ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള സേമിയ വെച്ചിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് സേമിയ തന്നെയാണ്. 200 ഗ്രാം സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള തിന്നായിട്ടുള്ള സേമിയ എടുക്കുക. അപ്പോൾ ഇത് നല്ല ലോങ് ആയിട്ടുള്ള സേമിയ ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. 200 ഗ്രാം സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ള. കപ്പിലെടുക്കുമ്പോൾ 1.25 കപ്പാണ്. അത്യാവശ്യം ലാർജ് ട്രേ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ ചൂടാകുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ഒരു 2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത അണ്ടിപ്പരിപ്പും അതുപോലെ കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറുതായിട്ടൊന്ന് ഇത് റോസ്റ്റായി വരുമ്പോൾ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ച സേമിയ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കണം. കളറൊന്നും അധികം മാറാത്ത രീതിയിൽ, കരിഞ്ഞു പോവാത്ത രീതിയിൽ ഇത് കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൽ തന്നെ ഇത് കുക്കായി കിട്ടണം. ഇനി നമ്മളിത് വേറെ വേവിച്ചെടുക്കാനൊന്നുമില്ല. ഇതുപോലെ വറുത്തെടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സേമിയ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഇതുപോലെ കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റൊക്കെ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് നമ്മളിന് പാൽ അതുപോലെ വെള്ളമൊന്നും ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കാനില്ല. ഇനി വേറെ 1-2 കാര്യങ്ങൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത്രയും മതി. കുറച്ച് നേരം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിന്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ അരക്കപ്പിനേക്കാളും കുറച്ച് കുറവായിട്ട്, അരക്കപ്പിനേക്കാളും 1 ടേബിൾ സ്പൂൺ കുറച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള. അരക്കപ്പ് നിറച്ചില്ല. അതുപോലെ 1/4 കപ്പ് മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരുപാട് നേരം വെക്കേണ്ടതില്ല. 1 മിനിറ്റൊക്കെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി മൊത്തത്തിൽ. അപ്പോൾ ഇത്രയും മതി. 1 മിനിറ്റൊക്കെ വീണ്ടും ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിന്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ നിന്നും പകുതി, നമ്മൾ ഏത് ട്രേയിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ ഒരു ട്രേയിലോട്ട് പകുതി ആക്കി കൊടുക്കുക. മൊത്തത്തിലല്ല, പകുതി നമ്മൾ വീണ്ടും രണ്ടാമത്തെ ലെയറിലോട്ട് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ നേരെ പകുതി ഈ ഒരു ട്രേയിലോട്ട് ആക്കിയിട്ട് നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് ഈ ഒരു ട്രേയിൽ അമർത്തി കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ളത് വേറൊരു പാത്രത്തിലോട്ട് ആക്കി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാനിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ലെവലാക്കി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ലെവലായിട്ടുള്ള ഒരു പാത്രം വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുന്ന രീതിയിൽ എല്ലാം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും മതി. എല്ലാം പ്രസ് ചെയ്ത് അമർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ ലെയർ. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള സെക്കൻഡ് ലെയർ ഉണ്ടാക്കിയെടുക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല, പുറത്തുതന്നെ വെച്ചാൽ മതി. അപ്പോൾ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് പാൽ ഇവിടെ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. 2.5 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ട് തിള വരുമ്പോൾ നമുക്കിതിലോട്ട് 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറും അതുപോലെ 6 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡും എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 1/2 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള. അപ്പോൾ നമ്മുടെ പാലിൻ്റെ അളവ് മൊത്തത്തിൽ 3 കപ്പ് പാലാണ്. തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് 2.5 കപ്പ്. അപ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ട് നന്നായിട്ട് ഈ പാലും കസ്റ്റാർഡ് പൗഡറും അതുപോലെ മിൽക്ക് പൗഡറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ സാധാ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് തന്നെ എടുത്താൽ മതി. നോർമലി നമ്മൾ കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പൊടി തന്നെ എടുത്താൽ മതി കേട്ടോ ഇതിലോട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ തിളക്കാൻ വെച്ചിട്ടുള്ള പാൽ ഇടയ്ക്ക് നോക്കണം. ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിന്. അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിച്ചാൽ പിന്നെ നമുക്ക് ഒട്ടും കഴിക്കാൻ കൊള്ളൂല. ഇതിപ്പോൾ തിള വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരളവിൽ ഏകദേശം 3/4 ടിന്ന്, ഈ ഒരു ടിന്നിലുള്ള 400 ഗ്രാമിൻ്റെ ടിന്നാണ്, 3/4 ടിന്ന് വരെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പകുതി ടിന്ന് മതി എന്നുണ്ടെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താലും മതി. ഞാൻ 3/4 ടിന്ന് വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ച കസ്റ്റാർഡിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് തന്നെ അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് വീണ്ടും തിളപ്പിച്ചെടുക്കണം. കസ്റ്റാർഡൊക്കെ ചേർക്കുമ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിക്കും. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ കസ്റ്റാർഡ് ഇതുപോലെ തിളപ്പിച്ചെടുക്കുമ്പോൾ നല്ല അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇതുപോലെ തുടരെ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡറിന് പകരം കോൺഫ്ലവർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്ന രീതിയിലും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ തിളച്ചാൽ മാത്രം പോരാ. ഇതിപ്പോൾ തിളച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് വീണ്ടും തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം ഇത്. അപ്പോൾ തിളച്ചതിന് ശേഷം വീണ്ടും 1 മിനിറ്റൊക്കെ ഏകദേശം ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. തിളച്ച പാടെ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട. കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും മതി. ഇതിപ്പോൾ നല്ലൊരു തിക്നെസ്സോടെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ സെറ്റായിട്ട് കിട്ടില്ല. ഇത് നമ്മൾ ഇതിലോട്ട് ഇനി ചൈന ഗ്രാസ്, ജെലറ്റിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ സെറ്റായി കിട്ടണമെങ്കിൽ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം കേട്ടോ. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കണമെന്നില്ല. ചെറുതായിട്ട് ചൂടാറിയാൽ മതി. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇതിൻ്റെ മുകളിലോട്ട് ഈ ഒരു സേമിയ സെറ്റ് ചെയ്യാൻ വെച്ചതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് മാത്രം ഞാൻ ബാക്കി വെക്കുന്നുണ്ട്. നമ്മൾ ഇതിനൊരു ലെയറും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരിച്ചിരി മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ. ഇത് തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലെയർ. ഇത് തന്നെയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇനി നമ്മളിത് സെറ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു സേമിയ കൂട്ട് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ ഇതിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് ലെവലാക്കി എടുക്കുക. അപ്പോൾ ഇതിൽ ഈ ഒരു ക്രീമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ല. മെല്ലെ സാവധാനം ഒന്ന് ലെവലാക്കി കൊടുത്താൽ മതി. എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ ഒരു തിന്നായിട്ടുള്ള ലെയർ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഞാനിതിൽ സംസാരമൊക്കെ മാക്സിമം കുറച്ചിട്ടുണ്ട്. പറഞ്ഞത് തന്നെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അത് സംഭവം നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി പറയുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫ്ലോപ്പ് ആവണ്ട എന്ന രീതിയിലാണ് ചിലപ്പോൾ പറഞ്ഞത് തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നത്. ഞാൻ ഇതിൽ മാക്സിമം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട് അതിന് പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട, സംസാരം കുറക്കുക എന്നൊക്കെ. അപ്പോൾ ഞാനിതിൽ കഴിയുന്നതും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. എല്ലാം മൊത്തത്തിലൊന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു ലെയറും കൂടി ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 250 ml ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഫ്രഷ് ക്രീം ചേർത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് എഗ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ എടുക്കാം. 1 കപ്പ് എടുത്താൽ മതി. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള മിൽക്ക് മെയ്ഡ് 1/4 ടിന്ന് ബാക്കി വെച്ചിട്ടുണ്ട്. അതിനപ്പോൾ ഈ 1/4 ടിന്ന് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. വിപ്പിംഗ് ക്രീം ആണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട. അതുപോലെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റർഡിൻ്റെ കൂട്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. കുറേ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കൂട്ട് ലൂസായി പോകും. അപ്പോൾ നമുക്കത് സെറ്റായിട്ട് കിട്ടൂല. നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ കസ്റ്റർഡിൻ്റെ ഈ ഒരു ഫ്ലേവറും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും അല്ല കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു നമ്മൾ സെറ്റ് ചെയ്തത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ മുകളിലോട്ട് മൊത്തത്തിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു സേമിയ വറുത്തത് ഇതുപോലെ കുറച്ച് സൈഡിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി.
കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മാത്രമേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഇതിലോട്ട് നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് അതുപോലെ പിസ്ത പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് വൈറ്റും അതുപോലെ ബ്ലാക്ക് കളറിലുള്ള ചോക്ലേറ്റ് ഏത് ഡയറി മിൽക്ക് അങ്ങനെയുള്ള ചോക്ലേറ്റൊക്കെ ചേർത്ത് കൊടുത്താലും മതി. ഇഷ്ടമുള്ള ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നടുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു ചോക്ലേറ്റും കൂടെ വരുമ്പോൾ പറഞ്ഞൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിതൊരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ ഇതൊന്ന് കവർ ചെയ്തിട്ട് 4-5 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊരു 3 മണിക്കൂറാണ് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട്. എന്തായാലും ഒരു 5 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് സെറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങാണ്. നമ്മളിത് സ്കൂപ്പ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്, മുറിച്ച് കട്ട് ചെയ്യുന്നതല്ല, ഓരോ സ്പൂണ് പോലെ എടുക്കുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ചോക്ലേറ്റും സേമിയയും എല്ലാം കൂടി വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്